ഹായ് ഓൾ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്സോർപ്ഷൻ ആൻഡ് വേരിയബിൾ കോസ്റ്റിംഗിന്റെ ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് ആണ്. ഇത് ലാസ്റ്റ് വരെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു അബ്സോർപ്ഷൻ ആൻഡ് വേരിയബിൾ കോസ്റ്റിംഗിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ABC കമ്പനി റെക്കോർഡ്സ് ഫോർ ദ കറന്റ് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് November 30 ഇവിടെ വരുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽസ് ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട്, ഡയറക്റ്റ് ലേബേഴ്സ് തരുന്നുണ്ട്, ആൻഡ് വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ്, ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ്. ആൻഡ് ക്വസ്റ്റ്യൻ്റെ ഏറ്റവും താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ, ഇഫ് ABC കമ്പനി യൂസസ് വേരിയബിൾ കോസ്റ്റിംഗ് ദർ ഇൻവെന്ററബിൾ കോസ്റ്റ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. സോ ഇവിടെ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ് വേരിയബിൾ കോസ്റ്റിംഗ് ആൻഡ് എന്താണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, ഇതിന്റെ ഡിഫറൻസ് എന്താണ്. സോ നമ്മൾ ഇതിന്റെ ഡിഫറൻസിലേക്ക് പോകുമ്പോൾ വേരിയബിൾ കോസ്റ്റിംഗ് ഉണ്ട്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഉണ്ട്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ്, ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്, ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് കോസ്റ്റിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ. പകരം വേരിയബിൾ കോസ്റ്റിന്റെ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡും മാത്രമേ നമ്മളൊരു പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് കൂട്ടുള്ളൂ. സോ എല്ലാവർക്കും ഇതിന്റെ ഡിഫറൻസ് ഇതിൽ തന്നെ മനസ്സിലായല്ലോ. ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതാണ് ഈ രണ്ട് മെത്തേഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗിന്റെ കേസിൽ അത് ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് ഒരു പ്രൊഡക്റ്റ് കോസ്റ്റ് ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ ഫിക്സഡ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഒരു പീരീഡ് കോസ്റ്റ് ആണ്. സോ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വേരിയബിൾ കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് നോക്കാം, വേരിയബിൾ കോസ്റ്റിംഗ് മെത്തേഡ് ആണെങ്കിൽ ഈ മൂന്ന് ഐറ്റംസ് അല്ലേ നമ്മൾ എടുക്കുക, എന്ത് ഇൻവെന്ററബിൾ കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നമുക്ക് എടുക്കാം ഡയറക്റ്റ് മെറ്റീരിയൽസ് 500K, ഡയറക്റ്റ് ലേബർ 200K, ആൻഡ് വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് ആയിട്ട് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്, 30,000 അല്ലേ. സോ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഈ ഒരു വേരിയബിൾ കോസ്റ്റിംഗ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻവെന്ററബിൾ കോസ്റ്റ് കിട്ടുക. ഇത് മൂന്നെണ്ണം ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് 730K. സോ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ആദ്യം ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നോക്കുക. ഇവിടെ വേരിയബിൾ കോസ്റ്റിംഗ് മെത്തേഡാണ് ചോദിക്കുന്നത്. വേരിയബിൾ കോസ്റ്റിംഗ് മെത്തേഡിൽ ഏതൊക്കെ കോസ്റ്റുകളാണ് ഇൻവെന്ററബിൾ കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ടുള്ളത്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ്. നമ്മൾ ഈ മൂന്ന് ഐറ്റംസും കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി, 730K കിട്ടി. ഇതായിരിക്കും നമ്മളുടെ ആൻസർ. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡിൽ ഇൻവെന്ററബിൾ കോസ്റ്റിൽ എത്ര ഐറ്റംസ് ആണുള്ളത്, ഡയറക്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്, ഡയറക്റ്റ് ലേബർ ഉണ്ട്, വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് ഉണ്ട്, ആൻഡ് ലാസ്റ്റ് ആയിട്ട് ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് കൂടി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സോ ഈ 4 ഐറ്റത്തിൻ്റെയും എമൗണ്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ആദ്യം തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽസ്, അതായത് 500K, ഡയറക്റ്റ് ലേബർ 200K, ദെൻ വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ് ആയിട്ട് 30K. ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ എടുത്താണല്ലോ. ഇത് ഈ ഒരു ഐറ്റമിൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗിലേക്ക് വരുമ്പോൾ ഒരു ഐറ്റം കൂടി നമ്മൾ ആഡ് ചെയ്യണം, അതായത് ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ് കൂടി നമ്മൾ ആഡ് ചെയ്യണം. അതിൻ്റെ എമൗണ്ട് എത്രയാണ് വരുന്നത്, 80K ആണ് എമൗണ്ട് വരുന്നത്, ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ്. ഈ ഒരു ഒറ്റ ഐറ്റമാണ് ഈ രണ്ട് മെത്തേഡ്സ് നമ്മുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞെങ്കിൽ. ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 500K പ്ലസ് 200K പ്ലസ് 30 പ്ലസ് 80, ദാറ്റ് ഈസ് 810K, അതായത് 8,10,000. 810K ആണ് നമുക്ക് ആൻസർ വരുന്നത്. സോ ഇതിൽ നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നത്, 4 ഐറ്റംസ് ആണ് എടുത്തിരിക്കുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് ലേബർ, വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് ആൻഡ് ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. ഈ 4 ഐറ്റംസ് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 810K എന്ന് കിട്ടും. സോ ഒരു അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് ABC കമ്പനീൻ്റെ ഇൻവെന്ററബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 810K ആണ്. സോ ഈ ഒരു എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ ക്ലാസ്.